ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലകപ്പെട്ട് കാൽ നഷ്ടപ്പെട്ട സന്ധ്യയെ കൈയൊഴിഞ്ഞ് സർക്കാർ. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരങ്ങൾ ലഭിച്ചില്ലെന്നും മമ്മൂട്ടി ഫൗണ്ടേഷന്റെ സഹായം കൊണ്ട് മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതെന്നും സന്ധ്യ പറഞ്ഞു. സന്ധ്യയുടെ ജീവിതം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാർ കനിയണം. ഒക്ടോബറിലാണ് കൂമ്പൻപാറ ലക്ഷംവീട് കോളനിയുടെ ഒരു ഭാഗത്തെ വിഴുങ്ങി മണ്ണിടിച്ചിലുണ്ടായത്. അപകടത്തിൽ വീടിനുള്ളിൽ കുടുങ്ങിയ ബിജു മരിക്കുകയും ഭാര്യ സന്ധ്യക്ക് ഒരു കാലം നഷ്ടപ്പെടുകയും ചെയ്തു. തുടർ ചികിത്സയ്ക്കായി സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല. മമ്മൂട്ടി ഫൗണ്ടേഷനാണ് സന്ധ്യയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുത്തത്. വീട് പോയതിനുള്ള നഷ്ടപരിഹാരവും മകൾക്കായി ഇടുക്കി ജില്ലാ കളക്ടർ 1 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഈ തുകയും ലഭിച്ചിട്ടില്ല. അപകടത്തിന് ശേഷം തങ്ങളെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് സന്ധ്യയുടെ പരാതി. നമ്മുടെ ചികിത്സ മമ്മൂട്ടി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ചികിത്സ നടന്നത്. 39 ദിവസം ആശുപത്രി കിടക്കേണ്ടതായിട്ട് വന്നു. രാജഗിരി ആശുപത്രിയിലെ എല്ലാ ഡോക്ടർമാരും നല്ല സഹകരണത്തോടെ നമ്മളെ സഹായിച്ചത്. അതുകൊണ്ടാണ് ഈ നിലയിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നത് തന്നെ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് 15,000 രൂപ കിട്ടിയിട്ടുണ്ട്. കളക്ടർ പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്നുവരെയും കിട്ടിയില്ല. നിലവിൽ സന്ധ്യയും കുടുംബവും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ തുക സർക്കാർ നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഈ തുകയും ലഭിച്ചിട്ടില്ല. ദേശീയപാത നിർമ്മാണ കരാറുകാരൻ 3 ലക്ഷം രൂപ ആശുപത്രിയിൽ അടച്ചിട്ടുണ്ട്. സർക്കാരിന്റെ തുടർ ധനസഹായം ലഭിക്കാതെ സന്ധ്യയ്ക്കും കുടുംബത്തിനും ഇനി മുമ്പോട്ട് പോകാനാകില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വീടും മകൾക്ക് ഒരു ജോലിയും വേണമെന്നാണ് സന്ധ്യയുടെ ആവശ്യം. സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് സന്ധ്യയും മകളും. ജനം, ഇടുക്കി.